ഒരു അംബാസഡറിന്റെ കാറ് ഫുള്ള് ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? നമ്മുടെ പാവം ടെമ്പോ മെറ്റഡോർ കിടക്കുന്നുണ്ടോ? ഫുള്ള് കളർ അടിച്ചിട്ട്. ഒരു മുട്ട പാറയല്ലേ? ഇവിടൊക്കെ വേറെ വേറെ പാറയൊക്കെ ഉണ്ട് കേട്ടോ സൈഡെല്ലാം. ദൂരയിലോട്ട് നോക്കുമ്പോ ഇങ്ങനെ കണ്ണ് മഞ്ഞളിക്കുന്നല്ലേ വെയില് കാരണം. നമ്മൾ ഇന്റർ എടുത്തില്ല, തിരിച്ചോടി. ഹലോ ഗായ്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞങ്ങള് മൈസൂർ വരെ പോവാണ് ഇന്ന്. കൊറേ നാളായി ഞങ്ങളിന്ന് കറങ്ങിയിട്ട്, അതുകൊണ്ട് ഇന്ന് ഞങ്ങളിന്ന് വണ്ടി എടുത്തിട്ട് 2-3 മാസമായി തോന്നല്ലേ ഇവര് ഓടിയിട്ട് കൊറേ നാളായി ലോങ് പോയിട്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് മൈസൂർ വരെ പോകാൻ ഇവിടെ പൊടി അടിച്ച് കിടക്കുക. അങ്ങനെ അവര് സന്തോഷമായിട്ടൊന്ന് ഓർത്ത് ഞങ്ങൾ വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയത് രാവിലെ അല്ല, രാവിലെ എണ്ണിച്ചപ്പോഴാണ് ബോധം വന്നത്. എന്നാ പിന്നെ മൈസൂര് പോകാൻ. ഈ ചണ്ടി ചെറുക്കൻ പുറകെ ഇരിക്കുന്നത് ഉറക്കവാ. ഞങ്ങളിത് എങ്ങോട്ടേലും പോണെന്ന് വിചാരിച്ചാണ്, പക്ഷെ മൈസൂരോട്ട് പോവാന്ന് വിചാരിച്ചില്ല. കണ്ണൂർന്നിരിക്കണം ഉറങ്ങുവാണ്. അവൻ ഉറങ്ങുവോ കണ്ണാടിയൊക്കെ വെച്ച്? ചക്കുനെ കണ്ട വെള്ള കണ്ണാടിയൊക്കെ വെച്ച് കിടന്ന് ഉറങ്ങുക. ഇവൻ രാവിലെ എണ്ണിച്ച് നിന്നിട്ട് കാറ് കാണാൻ പോണെന്ന്. അങ്ങനെ നമ്മള് മൈസൂര് ഈ കാറിന്റെ മ്യൂസിയം ഉണ്ടല്ലോ, അവിടെ പോയി കാണാന്ന് വെച്ചു. ഇന്നാളെ കണ്ട് ഞാൻ അവനോട് പറഞ്ഞ, പിന്നെ രാവിലെ എണ്ണിച്ചപ്പോ എവിടുന്നാന്ന് അറിയത്തില്ല, ബോധോദയം ഉണ്ടായി പെട്ടെന്ന് വന്നു. ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ എനിക്ക് ഒന്ന് 11:30 ആയെന്ന് തോന്നി. ഇപ്പൊ അവിടെ ചെല്ലുന്ന 1:30 കാണിച്ചേക്കുന്നത്. മൈസൂര് എക്സ്പ്രസ് ഹൈവേ ആണ് ഇപ്പൊ കൊണ്ടിരിക്കുന്നത്. ഭയങ്കര വെയില്. സൈഡിൽ കണ്ടോട്ടെ മാന്തോട്ടം. ഇതൊക്കെ ഇന്നാളൊന്നും ഇല്ലായിരുന്നല്ലോ. രണ്ട് സൈഡും ഫുള്ള് മാന്തോട്ടമാണ്. ഇവിടെ മാത്രം വിളിച്ചിട്ട് പച്ചപ്പ്. ഇത്രയും നേരം വന്നപ്പോ ഫുള്ള് കരിഞ്ഞു കിടക്കുവായിരുന്നു. അതോ എന്നോ വെയിലായിരുന്നു എന്തോ. അത് കൂട്ട് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോ കണ്ണടഞ്ഞു പോകും. അത് കൂട്ടുള്ള വെയിലായിരുന്നു. ഇപ്പൊ മൈസൂര് പോകാൻ വേണ്ടി വലിയ തിരക്കില്ല. ഇപ്പൊ അങ്ങേ സൈഡില തിരക്കുള്ളത്. അതെന്താന്നറിയാമോ? മോർണിംഗ് സമയത്തും ഈവനിങ് സമയത്തും ഇവിടെ ഈ ലൈനിൽ തിരക്ക്. നമ്മളിപ്പോ ഉച്ചയ്ക്ക് ആയതുകൊണ്ട് തിരക്കില്ല. ഞങ്ങൾക്ക് ഇനി 1:30 അവിടെ ചെല്ലുന്ന കാണിക്കുന്നത്. അതിന് മുമ്പ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് കേറാൻ. ഫുഡൊക്കെ പൊതിഞ്ഞെടുത്തോണ്ടാ വന്നത്. ഞങ്ങൾ ലേറ്റ് ആയിട്ട് വന്നോണ്ട് പിന്നെ ചോറും ഒക്കെ എടുത്തിട്ട് വന്നു. പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടായല്ലോ. പിന്നെ നമ്മൾ എന്നും പോകുന്ന കടയിൽ എപ്പോഴും കയറി മടത്ത്. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം മാറ്റി പിടിക്കാൻ വെച്ച്. അത് തന്നെയല്ല, പൊതിച്ചോറ് കൊണ്ട് വരുന്ന നല്ലൊരു ഫീലിങ്സ്. ഇപ്പോഴും ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം പാറകളാണ്. പാറ തുറന്നത് ഹൈവേ പണിയാൻ തോന്നുന്നു കേട്ടോ. ഇപ്പം തിരക്കൊന്നും ഇല്ല, പക്ഷെ തിരിച്ചു വരുമ്പോഴോ നല്ല തിരക്കായിരിക്കും. കാരണം രാവിലെ എല്ലാരും ഒക്കെ ഇപ്പം നാട്ടിലോട്ടൊക്കെ പോകുന്നവരൊക്കെ രാവിലെ വെളുപ്പിനെ പോലോ, ആ സമയത്തും തിരക്കാ. ഈ ഉച്ച സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ല. തിരക്കില്ലെന്ന് പറഞ്ഞല്ലേ, മുന്നിലുള്ള തിരക്കില്ലാത്ത പുറമോട്ട് നോക്കി സ്കൂള് വിട്ടു പോലെ വണ്ടി വരുന്നത്. എന്നാലും അങ്ങനെ അങ്ങ് തിരക്കായിട്ട് ബ്ലോക്ക് ആയിട്ടൊന്നും ഇല്ലല്ലോ. ബ്ലോക്ക് ഇല്ലല്ലോ. അങ്ങനെ നമ്മള് മൈസൂർ എത്താൻ വേണ്ടി ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? ഇനി ഒരു 25 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ വണ്ടി കൊണ്ട് നിർത്തി ഒരു സൈഡില്, ഒരു കണ്ടത്തിന്റെ സൈഡിലാണ്. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് വെച്ചു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചക്കുപ്പി തേണ്ട ഉറക്കം കഴിഞ്ഞ് എണ്ണിച്ച് വന്നിട്ടുണ്ട്. ഇന്ന് കാറ് കാണുന്നുണ്ടായിരുന്നു. ആശ ഭയങ്കര സന്തോഷത്തോടെ എണ്ണിച്ച് വന്നത്. അല്ലാത്തപ്പോ കരഞ്ഞോണ്ടൊക്കെ എണ്ണിച്ച് വരേണ്ടതാ. ഇന്നെന്തോ നല്ല മൂഡിലൊക്കെയാണ് ഇന്ന്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. ഞങ്ങൾ ഇന്ന് പൊതിച്ചോറൊക്കെ പൊതിച്ചോണ്ടാ വന്നേക്കുന്നത്. ഇലയില്ല, മറ്റെന്താ പേപ്പർ? ഫോയിൽ പേപ്പർ. ഫോയിൽ പേപ്പർ പൊതിച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പെയ്യെ അങ്ങോട്ട് പോകാം. അവിടെ എന്തായാലും ചെല്ലുമ്പോ 1:30 ആവും. വൈകുന്നേരം 7:30 വരെ ഉണ്ട് അത്. അപ്പൊ നമ്മൾ അവിടെ പോയി അതൊക്കെ കണ്ട് കുറെ നാളെ വരണമെന്ന് വിചാരിച്ചിട്ട്. എപ്പോഴും നമ്മൾ പോകുമ്പോൾ കാണാം വലിയൊരു ടയറിന്റെ സംഭവം. അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം എന്നിട്ട് എന്താണെന്ന്. ഞാൻ വിളിച്ചു ചോദിച്ചോണ്ടേ അവര് 7:30 വരെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. എടുക്ക്. പ്രത്യേകതരം ചെടി കണ്ടോ? ഇത് മൊത്തം മുള്ളാണ് കേട്ടോ. എന്നിട്ടൊരു മഞ്ഞപ്പൂ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പൊ ഞാറ് നട്ടേ ഉള്ളെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ ട്രാക്ടറൊക്കെ ഉഴുന്നു. പിന്നെ ഒരു കാളവണ്ടി വരുന്നുണ്ട്. അതിങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു, പക്ഷെ അതിങ്ങോട്ട് വരുന്നില്ല. അവിടെ നിന്ന് അവിടെ ഒരു കാളവണ്ടി ഒരു പുള്ളിക്കാരൻ ഓടിച്ചോണ്ട് വരുന്നുണ്ട്. അയ്യോ അവിടെ താന്നത്. നടുക്കൊരു ട്രാക്ടറും ഉണ്ട് കേട്ടോ. ഇപ്പൊ അതുകൊണ്ട് വരാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാൻ വരുമോ? കണ്ട കൈസ്, ഒരു കാളവണ്ടി വരുന്നുണ്ട് അതിലേ. ചക്കുപ്പി ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഇപ്പൊ ഇതാണ്ട് ഇവിടുന്ന് പഴം കഴിച്ചോണ്ടിരിക്കും.
ചോറിനാൻ വിളിച്ച അവന് വേണ്ട ഇവിടെ പഴം തിന്നോണ്ടിരിക്കും. അറിഞ്ഞ് കണ്ടത്തിലെങ്ങും വീഴല്ലേ. അങ്ങനെ അമ്മൂസും നേണ്ട ഇറങ്ങി വന്നിട്ടുണ്ട് ഇവിടെ കാണാനായിട്ട്. ഞങ്ങൾ കുറെ നാളെ ഇവിടെ കണ്ടതിനൊക്കെ ഇവിടെ നമ്മൾ അന്ന് വന്നപ്പോ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു, തരിശായിട്ട് കിടക്കുമായിരുന്നു. അന്ന് ഞങ്ങൾ ഇവിടെ മൂത്രം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയല്ലേ ഇവിടെ എല്ലാം കണ്ടത്തി പണിയാന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ ട്രാക്ടറൊക്കെ ഇറങ്ങണം. ചക്കുപ്പി ആദ്യമായിട്ടോ കേട്ടോ കാണുന്നേ. ചക്കുപ്പിയൊക്കെ വെള്ളവും പോച്ചയും കൂടെ നിൽക്കുന്ന അവിടെ കണ്ടോ. കാളവണ്ടി ഇല്ലാണ്ട് കാളവണ്ടി കാറ്റാടി പോകുന്നു. ഇപ്പൊ ആ കണ്ടത്തിന്റെ അവിടെ തോന്നില്ലേ, അതാണ് ഈ പോകുന്നത്. എന്തൊരു സ്പീഡ്. ഇവിടെ എല്ലാരും വന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. നമുക്ക് ഫുഡ് കഴിക്കാം, കഴിക്കാൻ സമയം പോകും. നമ്മുടെ ചെറുക്കൻ നാണ്ട് കിടക്കുന്നു. അങ്ങനെ നമ്മള് ചോറിടാൻ പോണു കൈ. അങ്ങനെ നമ്മള് ഫസ്റ്റ് പൊതി തുറന്നു. ചക്കുപ്പി അവത്തി. ഞാൻ ചക്കുവിന്റെ സീറ്റൊക്കെ കയറിയിരിക്കുവായിരുന്നു ഇത്ര നേരം. നല്ല സുഖമുണ്ട് കേട്ടോ ഇങ്ങനെ സീറ്റ് ഇരിക്കാനായിട്ട്. ഇങ്ങനെ പൊതിച്ചാറ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിട്ട് നല്ല രസമാണ്. ഇവനിവിടെ ഒരു പൂജാരി വിശാദ ഒരു കടയുണ്ട്, അതിനകത്ത് പോയി കയറാനുള്ള പണിക്കാ. വൈകുന്നേരം ലേറ്റ് ആവുകയാണെങ്കിൽ ചിലപ്പോ നമ്മൾ അവിടെ കയറും. ചിലപ്പോ ലേറ്റ് ആയാലേ, പക്ഷെ ലേറ്റ് ആകത്തില്ല, നമ്മൾ അതിന് മുന്നേ തിരിച്ചു പോരും. കൂട്ടാനൊന്നും ഇല്ല ഗൈസ്, കുറച്ച് കൂട്ടാനേ ഉള്ളൂ. മോരുകറിയുണ്ട്, മുട്ട, ചമ്മന്തി, പിന്നെ പയർ മെഴുക്കുരട്ടി, മുട്ടയുണ്ട്. മീൻ മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മള് പോകുന്ന കാര്യം കൺഫേം അല്ലായിരുന്നു. ഇന്ന് ഉച്ചയായപ്പോഴാണ് നമ്മള് ഇങ്ങോട്ട് പോരാന്ന് വെച്ചാൽ, അതും 11:30 ആയപ്പോ. അങ്ങനെ വണ്ടി എടുത്ത നേരെ അവിടെ നിന്ന് ഇറങ്ങിയതാ. ചോറ്, പയർ മെഴുക്കുരട്ടി, ചുട്ടരച്ച ചമ്മന്തി, മുട്ട, പിന്നെ ഇത് മോരുകറി. മോരുകറി തുറന്നേ, നല്ല തുറക്കണേ. ഇതിന്റെ അതോട്ട് വെച്ചിട്ട് തുറന്നു പിടിക്കുന്ന ഒരു മിക്കവാറും തെറിച്ച് തുറന്നെടുക്ക. ഞാൻ ചക്കു അടങ്ങിയിരിക്കും. ആയി മോരുകറി. ഭയങ്കര വിശക്കുന്ന കഴിച്ചു. കഴിച്ചാലോ ഞാൻ അടച്ചില്ല. അടച്ചല്ലേ, വണ്ടിക്കത് വിടല്ലേ. ഓക്കെ ചക്കുപ്പിക്കോട്ടെ, വിശന്നിരിക്കുവാന്ന് തോന്നുന്നു. ഇനി ഇവിടെ നേരെ നമ്മളൊരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ കാറിന്റെ മ്യൂസിയത്തിൽ ചെല്ലും. പിന്നെ നമ്മൾ 1 മണിക്കൂർ കാറൊക്കെ കണ്ടിട്ട് നേരെ അവിടുന്ന് ഇല്ല, നേരെ നമ്മൾ അവിടുന്ന് തിരിച്ചിട്ട് വീട്ടിലോട്ട് പോവാം. ഡാമോ? ആ നോക്കട്ടെ അവിടെയൊക്കെ പോകാൻ പറ്റുമോ, സ്ഥലം ഉണ്ടോ നോക്കട്ടെ. ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് ഏതെങ്കിലും തണുത്തെങ്ങനെ വണ്ടി എടുത്തിട്ട് വണ്ടിയുടെ ബോണറ്റിന്റെ മണ്ട കയറി നിന്ന് കഴിക്കാന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു സ്ഥലത്ത് പോലും തണുപ്പില്ല. പിന്നെ ഇവിടാണ് ഇപ്പൊ ഒരു വിജനമായിട്ടുള്ള സ്ഥലം കണ്ടത്. അങ്ങനെ നമ്മൾ അവിടെ വണ്ടി കയറ്റിയിട്ട് എന്തോ ഞാൻ ചക്കുപ്പയുടെ സീറ്റൊക്കെ എറിയുന്ന വീട്ടിൽ എടുത്തോണ്ടിരിക്കുന്നു. അതുകൊണ്ട് തല കണ്ടി മേളിൽ തിരിച്ചോണ്ടിരിക്കും. ഞാനും പോയി കഴിക്കട്ടെ. അപ്പൊ ഞാനും കൂടെ പോയി കഴിക്കട്ടെ ഗൈസ്. എല്ലാവരും കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങണം, എന്നാലേ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇനി അവിടെ ചെന്ന് ഇനി അവിടെ ഉള്ളവരൊക്കെ ഇനിയും കഴിക്കാൻ പോകുന്ന ആർക്കറിയാം. ഇനി 1:30 ആയിട്ടുണ്ട് ഇപ്പം. അല്ല അവിടെ ചെല്ലുമ്പോൾ 1:30 ആവും. ഇപ്പൊ 1 മണിയാവും. അല്ല 1:30 ആവും, നമ്മൾ 2 മണിയാവുമ്പോൾ ചെല്ലുമ്പോൾ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പൊ എന്റെ കൈയൊക്കെ കഴുകുവാണ്. ഞാണ്ട് ചക്കുപ്പ് ഇതുകൊണ്ട് അങ്ങ് ദൂരെ ഓടാൻ പോയിട്ടുണ്ട്. വാടാ ഇവിടെ വാടാ. ആ വാടാ വാ. അവനെ കളിക്കാൻ കിട്ടിയ സമയം മുതലാക്കുമെന്ന് തോന്നുന്നു. തട്ടി വീണിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പോയി. ഇന്ന് കരഞ്ഞ് അലമ്പാക്കുക. ഓ വന്നേ വന്നു ഗൈസ്, ഞങ്ങൾ ചക്കുപ്പി വന്നു ഗൈസ്. ഇനി അങ്ങോട്ട് പോകണ്ട, ഇവിടെ വെയിലാ. വാ 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 വാ, നമ്മള് പോവാ. വാ വാടാ. ഓ ആണ്ട് പോന്ന ഇതെന്താ കാണിക്കുക? വെള്ളം കുടിച്ചത് വലിച്ചു നെറിയ കേട്ടിട്ട് ഇന്ന് ഛർദിക്കും. ഛർദിച്ചാണോ? അല്ല ചുമച്ചതാണ് ഛർദിച്ചു.
ചുമയോട് ചുമ. ആണ് റോഡ് ഫുൾ ഇവിടെ ബൊഗൈൻവില്ലയൊക്കെ വെച്ച് അടിപൊളിയാട്ടോ കാണാൻ. ഇങ്ങോട്ട് വരുന്ന വഴിയെല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ഹൈവേ ഇവിടെ നിന്ന് സൈഡിലോട്ട് കയറി നിർത്തുക. ഇവിടെ അങ്ങ് ഒരു വീടും ഇല്ല, ഒന്നുമില്ല. അതൊരു വീടാന്ന് തോന്നുന്നു കേട്ടോ. അതൊരൊറ്റ വീടേ ഉള്ളൂ ഇവിടെ, വേറെ വീടോ കൂടെ ഒന്നുമില്ല ഇവിടെ. ബാടാ ബാ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങുവാണ്. ഇവിടുന്ന് ഇനി ഒരു 30 കിലോമീറ്റർ ഉണ്ട്, ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചെല്ലും അവിടെ, ഹൈവേ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാൻ കഴിച്ചു. ചേട്ടാ നല്ല രസമില്ലേ സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നില്ല. അത് ഭയങ്കര മഴയായിട്ടല്ല, കുറ്റി ചെടിയായിട്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ. ഒത്തിരി ഉണ്ടായിരുന്നു, ഇതിപ്പോ കുറവാ. അടുത്ത ടോളായിരുന്നു ഓരോ ടോയ്ലറ്റ് ഉണ്ടെന്നോ. അത് ഈ ടോളിലായിരിക്കും. ഇവിടുത്തെ അടുത്ത ടോള് നൈസ് റോഡ് അല്ലോ, എക്സ്പ്രസ് വേയിലെ എത്ര വരിയാണ് അവിടെ കയറുമ്പോ ഇവിടുത്തെ രണ്ടാമത്തെ ടോൾ അല്ലേടാ. 11 ലൈൻ ഉണ്ട്. 11 എന്തുവാ ലൈൻ. നമ്മുടെ അതിനകത്ത് ഫാസ്റ്റാഗ് പൈസ ഉണ്ടാകത്തോ നോക്കിയില്ല, ഇങ്ങോട്ട് വന്ന വഴി കാണുമായിരിക്കും തോന്നുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ പോകേണ്ട സ്ഥലം എത്തി. നമ്മളിപ്പം ഇത് സർവീസ് റോഡിൽ കയറണം. സർവീസ് റോഡിൽ നിന്ന് അയ്യോ അപ്പൊ എന്ത് കൊടുക്കും? അതുകൊണ്ട് അങ്ങ് കാണുന്നുണ്ടോ, അങ്ങ് കാണുന്ന ആ ഒരു ടയറിന്റെ വെച്ചേക്കുന്നുണ്ടോ, അതിന്റെ അകത്താണ് നമുക്ക് പോവേണ്ടത്. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ട ഈ ഓപ്പോസിറ്റ് കാണുന്ന ഈ ടയറിന്റെ ഇത് കണ്ടില്ലേ, അതിന്റെ അകത്താണ് നമുക്ക് പോകേണ്ടത്. പക്ഷെ ഇവിടെ എക്സിറ്റ് ഇല്ല, അതുകൊണ്ട് അവിടെ ഉണ്ട്. പക്ഷെ അത് കേറുന്ന ഞാൻ തോന്നുന്നു. ഒരു നല്ല തിരക്കാന്ന് തോന്നുന്നു കേട്ടോ മുത്തു. കേട്ടോ ഇതിന്റെ അകത്താണ് നമുക്ക് പോകേണ്ടത്. മുത്ത് വണ്ടി ഉണ്ട് പറയില്ലേ, ഉണ്ട് വണ്ടി ഇഷ്ടം പോലെ വരുന്നുണ്ട്. മുത്തു ഇഷ്ടം പോലെ വണ്ടികൾ വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇവിടെ. കണ്ടോ KL രജിസ്ട്രേഷൻ ഉള്ള ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ആൾക്കാർ വന്ന് അവരിവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കയറിയിട്ട് പോവാന്ന്. നമ്മളിപ്പോ പാർക്കിങ്ങിനുള്ള സ്ഥലം കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. കണ്ടോ ആ ബസ് കണ്ടോ, 2 നില ബസ്. ഇതിലേ മുത്ത് പാർക്കിങ് ഇതിന്റെ അകത്താന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ പയനയിൽ വന്ന് കഴിച്ച് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ, വലിയത്. വെളിയിലും ഉണ്ട്, അകത്തും ഉണ്ട്. ഞങ്ങൾ ആദ്യം വെളിയിൽ കൊണ്ടുവിടാനാണ് പോയത്, പക്ഷേ പറ്റിയില്ല, അവിടെ ഭയങ്കര തിരക്ക്. അതുകൊണ്ട് ആ കാണുന്ന ടയർ പൊറിക്കുന്ന സാധനം കണ്ടാ, അതിനകത്താണ് നമുക്ക് കയറുണ്ട്. അതിനകത്താണ് കാറൊക്കെ ഉള്ളത്. നല്ല ഫുഡിന് മണം വരുന്നുണ്ട്. റെഡി നമ്മളങ്ങനെ പയനയുടെ അകത്തോട്ട് കയറാൻ പോകണം. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്, എത്ര എന്നറിയത്തില്ല. അകത്തോട്ട് പോയി നോക്കണം. നാണ്ട് പോകുന്നൊരുത്ത് അവനാ തോന്നുന്നു ഭയങ്കര സന്തോഷം പോകാനായിട്ട്. അയ്യോ ഇങ്ങോട്ട് വേടാ, നാണ്ട് പോകാം. ഇവിടെ താഴെ എന്തൊക്കെയോ ഇതിനകത്തോടെ നോക്കുമ്പോൾ കറക്റ്റ് പൂവല്ലോ ഉണ്ട് കേട്ടോ അല്ലേ. എന്തോ കുറെ ദൈവങ്ങളുടെ ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയോ ഭയങ്കര ആളാ കേട്ടോ. ഇവിടെ വലിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പ്യൂർ വെജാണ്, നോൺ വെജ് ഇല്ല. പിന്നെ ഇവിടെ വാട്ടർ ഫൗണ്ടൻ ആണെന്ന് തോന്നുന്നു, അതിപ്പില്ല. പിറ്റ് സ്റ്റോപ്പ്. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് കയറാൻ പോകണം ഗൈസ്. ചക്കുപ്പി ആണെങ്കിൽ ഇത് കണ്ടപ്പോ തൊട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓടിച്ചാടി നടക്കുക. ഭയങ്കര കാറ്റാണ് ഗൈസ് ഇവിടെ, ഹൈവേയുടെ സൈഡ് ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് കയറാൻ പോകണം ഗൈസ്. കേട്ടാ
വലിയൊരു ടയറിന്റെ പകുതി ഉള്ളു കേട്ടോ, ഇതിന്റെ ബാക്കില്ല, ഫ്രണ്ട് സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിനിയും പോയിട്ട് എൻട്രി ഫീസ് എടുക്കണം, അല്ല എൻട്രി ടിക്കറ്റ് എടുക്കണം. പാടം നികത്തി ഉണ്ടാക്കിയ സാധനമാണോ? ആ എനിക്ക് ഫുള്ള് പാടമാണല്ലോ, ഇതിന്റെ ബാക്ക് സൈഡ് ഫുള്ള്. ഇത് ലൈറ്റ് രാത്രി പോകുമ്പോ കാണണ്ടേ. കണ്ടോ പയ്യനാന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, മൊത്തം കന്നഡയിലാണ്. അങ്ങനെ സൈഡിലുണ്ടെന്ന് കേട്ടോ ഇംഗ്ലീഷ്. പ്ലീസ് എൻ്റർ എന്നായിരിക്കും. ഓ പ്ലീസ് എൻ്റർ ചെയ്യാം. ഓ ഇവിടെ എങ്ങനെ തന്നെ നമ്മൾ പയ്യനയ്ക്ക് അകത്തോട്ട് കയറണം ഗൈസ്. അകത്ത് ഒരു ടിക്കറ്റ് എടുക്കണം. കയറി വരുമ്പോഴേ അവിടെ ഒരു ചെറിയ കാറ് കിടപ്പുണ്ട്. അങ്ങനെ ഇവിടെ ക്യൂ നിന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കുന്നത്. ഫോൺ പേ കൊടുക്കാം. ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വന്നു. എത്ര രൂപയായി ടിക്കറ്റിന്? 100 രൂപ ഗൈസ്. നമുക്ക് 3 പേർ കൂടോ? ഇവനില്ല, നമുക്ക് 2 50. കുഞ്ഞുങ്ങൾക്കില്ല. ഓക്കെ, മുത്തവിടെ ഇരിക്കണേ, ഞാൻ ഫോട്ടോ എടുത്തുതരാം. ഇവിടെ ഇതെന്തോ ശിവലിംഗോ, ഒരു ശിവലിംഗം പക്ഷെ നല്ല ക്യൂട്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. മുത്തു അങ്ങനെ ചപ്പും മുത്തും കൂടി ഇങ്ങനെ പോവാണ്. അങ്ങനെ നമ്മൾ കയറി വരുമ്പം തന്നെ കിടിലൊരു കുഞ്ഞൊരു പ്രീമിയം പത്മിനി പോലൊരു കാർ. കാണാൻ പറ്റുമോ? ഇവിടെ പയനയുടെ ചെറിയൊരു മിനിയേച്ചർ. നമ്മുടെ വണ്ടി ചെന്നാണ്ട് എവിടെ ആയിട്ടായിരിക്കും വേണ്ട. ഇത്ര സ്ഥലം ഉണ്ടല്ലോ ഇവിടെ. ഡോക്ടർ ഡി ദേവേന്ദ്ര ഹെഗ്ഡെ പുള്ളി അങ്ങനെ ഉണ്ടാക്കിയത് ധർമ്മശാല. ഇവിടെ പണ്ടത്തെ ഒരു കാറിന്റെ ബോഡി ഇരിപ്പുണ്ട് കേട്ടോ അവിടെ. ചേസ് എഞ്ചിനാണ്, സ്റ്റിയറിംഗ്. അത് വണ്ടിയുടെ എഞ്ചിൻ. അതിന്റെ ടെർബോ ചാർജർ, അതിന്റെ ഡൈനാമോ. അത്രയും കയറി പിടിക്കാതെ അവര് വഴക്ക് പറയാൻ അതിനോട് ഓടിച്ചോറി ഇങ്ങോട്ട് വീഴും. ഇനി നമുക്കിനി എന്നെ വെച്ചാൽ ഇനി കുറേ വീലൊക്കെ അത് വണ്ടിയുടെ സൈസ് നല്ല പണ്ടത്തെ കാറാ കേട്ടോ, ഭയങ്കര വലുപ്പം. എന്തൊരു നീളം. ഓസ്റ്റിൻ 12 6 ഹാർലി, ഇതാണ് അതിന്റെ പേര്. അതിന്റെ എഞ്ചിനാണ് ഇൻസ്ട്രക്ഷൻ മോഡൽ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ. എഞ്ചിന് 4 സ്ട്രോക്ക് എഞ്ചിൻ. 4 സ്ട്രോക്ക് എഞ്ചിൻ കണ്ടേ. ഇൻടേക്ക് കംപ്രഷൻ ഇൻടേക്ക് വാൽവ് ഫ്യൂൽ ഇൻജെക്ടർ. എല്ലാം പഠിച്ചിട്ട് പോകാൻ തോന്നുന്നു. ഇത് നമ്മുടെ വണ്ടിയുടെ വീല് ഉണ്ടോ പണ്ടത്തെ ചക്രം, കാളവണ്ടി. എല്ലാം വീല് ഇവിടുന്ന് ഇങ്ങനെ ഉണ്ടായി. ആദ്യം വീല് തടിയെന്നുണ്ടായി, പിന്നെ ഇങ്ങനെ റിമ്മായി, പിന്നെ ഇരുമ്പിന്റെ ആയിരുന്നു, പിന്നെ അങ്ങനെ ലാസ്റ്റ് ഇത് ടയർ വന്നു. അങ്ങനെ പണ്ടത്തെ കുതിരവണ്ടിയാണായിരുന്നു. എവല്യൂഷൻ ഓഫ് വീൽ എവല്യൂഷൻ ഓഫ് വീൽസ് ആണ്. കുതിരവണ്ടി ആയിരിക്കും, കാളവണ്ടി. ഇത് കാളവണ്ടിയാണ്, ഇത് കുതിരവണ്ടിയായിരിക്കും. കാളവണ്ടിയുടെ റെവല്യൂഷനാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് നമ്മള്. രാജാക്കന്മാര് പോകുന്നതാണ്. ഇതെന്താ പല്ലക്ക് വലിക്കുന്നത്? ഒരു തേന്മാൻ കൊമ്പത്തിനകത്ത്.
ഇതെല്ലാം കാളവണ്ടിയായിരുന്നു. പിന്നെ അതിനകത്ത് കയറിയിരിക്കാനോ? ട്രാക്ടർ അല്ല, അതും കാളവണ്ടിയല്ല. ഇതല്ലേ ഇച്ചിരി മുമ്പ് നമ്മൾ വണ്ടി കണ്ട കഴിച്ചു കൊടുത്തത്. 1925 ഈ വണ്ടിയുടെ പേരാണ് ഫിയറ്റ് 501. ഫിയറ്റിന്റെ വണ്ടി കേട്ടോ ഇത്. ഫിയറ്റിന്റെ പണ്ടത്തെ ലോഗോ ഉണ്ടോ? കുഞ്ഞൊരു ലോഗോ. അടിപൊളി സാധനം അല്ലേ? അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് പൊണ്ടായ സാധനം ഉണ്ടോ? പൊളി സാധനം. ഇതെന്തൊരു ഇതിന്റെ പേര്? എങ്ങനെ ഉണ്ടോ? ഇതും ഫിയറ്റ് കേട്ടോ. ഇതും ഫിയറ്റിന്റെ വണ്ടി കേട്ടോ. ഇത് ഫിയറ്റ് 521. ഫിയറ്റ് 521 ആണ്. തണ്ടർ ബേക്കർ പ്രസിഡന്റ്. എന്തോ സൈസോടി വണ്ടി. അതിന്റെ ഹെഡ്ലൈറ്റ് കണ്ടുപിടിക്കും. ഇതിന്റെ പേര് തണ്ടർ ബേക്കർ പ്രസിഡന്റ്. പക്ഷെ അങ്ങനല്ല, ഓർഡറിലല്ല ഉണ്ടായിരിക്കുന്നത്. അത് 31, ഇത് 29. കിട്ടിയ സാധനം കൊണ്ട് ഇട്ടേക്ക് വയ്ക്കില്ല. ഓ, എന്തോ സാധനം ഓടിയത്. ആന വണ്ടിയില്ലേ, അതിന്റെ പെർഫോമൻസ് കാണിച്ചത്. 80 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകാം കേട്ടോ, പണ്ടത്തെ കണ്ട്. ഇത് ഓസ്റ്റിൻ 7RM സലൂൺ. കൊള്ളാല്ലേ, എല്ലാം നല്ല ശകലം പോലും പൊടി പോലും ഇല്ലല്ലേ. ഒന്ന് തൂത്ത് കൊടുത്തിരുന്നു. അത് ഫോർഡിന്റെ വണ്ടി. ഫോർഡിന്റെ വണ്ടി ഉണ്ടോ? ഫോർഡ് പെർഫെക്റ്റ്. അതാണ് ഈ കിടക്കുന്ന സാധനം. ഈ മോറിസ് സീരീസിന്റെ അടുത്തത് ചക്കപ്പിക്കാണെ വണ്ടി എല്ലാം കൊണ്ട് കിളി പോയിരിക്കുന്നുണ്ട്. ആ, അങ്ങോട്ട് വാ. അത് മോറിസ്. അത് നോക്കട്ടെ. നല്ല കളർ അല്ലടി ഇത്. ഒരു വെറൈറ്റി ഇത്. ഓസ്റ്റിൻ 4A4. ഇംഗ്ലണ്ടിന്റെ വണ്ടിയാണ്. എല്ലാം ഇംഗ്ലണ്ടിന്റെ വണ്ടി കേട്ടോ. 50 മോഡലാണ്. UK വണ്ടി കേട്ടോ. UK വണ്ടി കേട്ടോ. ഇത് കൊള്ളാമല്ലേ? ഓ, അതുകൊണ്ട് വീലൊക്കെ അകത്ത്. സീരീസ് 50 സൂപ്പർ 8. ഓ, പെടസാ. ജർമ്മനി വണ്ടി. ഇത് ജർമ്മനി വണ്ടി, മറ്റേത് UK വണ്ടി, അതിന്റെ അപ്പുറത്തേത് ഇംഗ്ലണ്ട് വണ്ടി. ഒരു കുഞ്ഞാണ്ടി വണ്ടി, ഒരു കുഞ്ഞ വണ്ടി കേട്ടോ. സ്വാതന്ത്ര്യം കിട്ടിയ വർഷത്തെ വണ്ടി. ഒപ്പൽ കാഡറ്റ്. ഇത് ജർമ്മനിയാ. ഓ, അപ്പുറത്തൊരു പടാറ് സാധനം കിടക്കുന്നുണ്ട്. ഇതാണെന്ന് തോന്നുന്നു ഇവിടെയുള്ള ഏറ്റവും വലിയ വണ്ടി. എന്തൊരു വലിപ്പം നോക്കിയത്. ഇതിന്റെ ഹെഡ്ലൈറ്റ് ഉണ്ടോ? ഈ വണ്ടിയാണ് കഴിച്ച് ഇവിടുത്തെ രാജാവിൻ്റെ വണ്ടി. അതാണ് ഇവിടെ ഇച്ചിരി സ്പെഷ്യലായിട്ട് ഈ സാധനം വെച്ചേക്കുന്നത്. ഇതിൻ്റെ മണ്ടയ്ക്കൊരു പല്ലൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കണ്ടത്. പല്ലൊക്കെ ഉണ്ടേ കുപ്പി. ഇതോ, ഇത് പണ്ടത്തെ രാജാവിനെ ഇങ്ങനെ എടുത്തോണ്ട് പോകും. രണ്ടുപേര് ഫ്രണ്ട് ചെയ്യുന്നിട്ട് രാജാവ് അതിനകത്ത് ഇരിക്കും. എന്നിട്ട് ഇതിങ്ങനെ എടുത്തോണ്ട് പോകും. അതുകൊണ്ട് അവിടെ ഒരു വേറെ സാധനം കേട്ടോ. ഞാനിവിടെ കാണാൻ വേണ്ടി വേറെ വെറൈറ്റി ആയിട്ടൊരു സാധനം ഉണ്ട് കേട്ടോ. കൊള്ളാല്ലേ? പക്ഷെ മറ്റേൻ്റെ അത്ര ഒരു ഗുമ്മില്ലേ. ഹഡ്സോൺ കമാൻഡർ അമേരിക്കൻ വണ്ടിയാണ് കേട്ടോ ഇത്.
താഴെ ഉണ്ട് മുത്ത്, ഇനിയും വാ. ഒരു പുള്ളി തേണ്ട പറന്നു വരുന്നു ഫ്ലൈറ്റ്. അത് പഴയ ബൈക്ക് യമഹ RX100. പിന്നെ ഇത് വണ്ടിയാണ് എന്താ അതിന്റെ പേര് വായിക്കാൻ പറ്റുന്നില്ല കൈ. അത് പണ്ടത്തെ എന്തോ മൊപ്പോ അതിനൊക്കെ പറ്റിയ സാധനമാണ്. നമ്മുടെ പഴയ M80, ബുള്ളറ്റ്, ചേതക്ക്, ലൂണ, എക്സ്പ്ലോറർ, വെസ്പ, പഴയ കൈനറ്റിക്, ബജാജ് KSLR റെഡി, ബജാജ് ചേതക്ക് വീണ്ടും. പിന്നെ നമ്മുടെ ജാവ, റോയൽ എൻഫീൽഡ്, ഇതേതാ രാജദൂത്. അത് ചളങ്ങിയൊരു വണ്ടി കിടക്കും. ഓ കൊള്ളാം കേട്ടോ, രസം. ഇവിടെ എല്ലാം വണ്ടിയുടെ കാര്യം വെറൈറ്റി കളറാണല്ലേ. ഓ ഇതിന്റെ ഫ്രണ്ട് കണ്ടോ, അതിന്റെ ഗ്രില്ലും ഉണ്ടോ കിടിലോ. ഇതിന്റെ പേര് സിട്രോൺ അല്ല, സിട്രോൺ ട്രാക്ഷൻ അവറ്റ്. ഒരു തത്തപ്പച്ച കളർ ഒരു വണ്ടി. ഇതിന്റെ പേരെന്താണ്? ഹിൽമാൻ. പിന്നെ ഓസ്റ്റിൻ A4 സൊമർസെറ്റ്. ഇത് രസമുണ്ട് അല്ലേ, നല്ല കളറേ. ഇതിന്റെ പേര് ഹിന്ദുസ്ഥാൻ 14. ഇന്ത്യൻ വണ്ടിയുടെ ഇത്, ഇന്ത്യൻ വണ്ടി ഉണ്ടോ ഗൈസ്? ഇത്രയും നേരം വെളിയിലുള്ള വണ്ടിയായിരുന്നു. ഇന്ത്യക്കാരുടെ ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ. അംബാസഡർ അല്ലത്, ലാൻഡ് മാസ്റ്റർ എന്നാ സാധനം. ഓ അംബാസഡറിന്റെ ചേട്ടനാണ്. ഓ അംബാസഡർ എന്താ ലുക്ക് അടി, വേറെ ലുക്ക് കേട്ടോ. ബ്ലാക്ക് കൂടെ ആയപ്പോഴത്തേക്ക് കിടക്കാച്ചി ലുക്കാണ് നമ്മുടെ അംബാസഡർ വന്ന്. ഹിന്ദുസ്ഥാൻ അംബാസഡർ മാർക്ക് 1. ഓ എന്തൊരു നീളം ഇത്. ഷെവർലെറ്റ് ബെൽ എയർ. ഓ അതിന്റെ ഫ്രണ്ട് വശം കണ്ടോ, അതെന്തോ ഈ പരുന്തോ പ്ലെയിനോ, വേറെ ലുക്കല്ലേ. അമേരിക്കൻ സ്റ്റഡ് ബേക്കർ ചാമ്പ്യൻ റീഗൽ, അതാണ് ഈ കിടക്കുന്നത്. അതിന്റെ അതേ സെയിം സാധനം തന്നെ കേട്ടോ. ഇസൂസു. ഇത് കിടിലൻ കളർ. ട്രാൻസാർ വണ്ടിയുടെ കളറുണ്ട്. ഇതാണ് ഇവിടെ ഉള്ള വെച്ച് വെറൈറ്റി കളർ. പെടമാനടാ, ഓടിവാ. ഓ എന്തോ വണ്ടിയാ നോക്കിയത്. ഇത് കണ്ടോ, എന്റെ പൊന്ന്, ഇത് വീട്ടിലെ സാധനം. ഷെവർലെറ്റ് ഇംപാല. ഇത് പൊളി സാധനം കേട്ടോ അമ്മ. ഇത് ഹിൽമാൻ ഹണ്ടർ. ചക്കപ്പിയാണെങ്കിൽ വണ്ടിയെല്ലാം കണ്ടിട്ടാണെങ്കിൽ സന്തോഷം കൊണ്ട് അവന് ഇരിക്കാൻ വയ്യ. ഇതിൽ ഓടി നടക്കുക. വേണ്ട ഒപ്പൻ. ഓ ഇതിന്റെ ഇന്റീരിയർ ഉണ്ടോ, ഇന്റീരിയർ കളറൊക്കെ ഉണ്ടോ. ഇതിന്റെ പേര് ഒപ്പൽ റെക്കോർഡ് സീരീസ് 8 അല്ല B. ഇതാണ് പ്രൊഡക്റ്റാണ്. കൊള്ളാല്ലേ, നല്ല കളർ. ഇപ്പൊ ഇറങ്ങുന്ന നെക്സോണിന്റെ കളർ അല്ലേ നോക്കി. മണ്ടയ്ക്ക് വൈറ്റും പിന്നെ ബ്ലൂ. സ്കോഡയുടെ വണ്ടി ഉണ്ടോ കൈ, സ്കോഡ പോപ്പുലർ. കൺവേർട്ടബിൾ ആണെന്നാ, മണ്ട കൺവേർട്ട് ചെയ്യുന്ന പൈസ കിട്ടില്ല സാധനം കേട്ടോ. പൊറോട്ട ഉണ്ടോ കിട്ടില്ലോ. ഞാനിവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് കഴിച്ച്. ഇതിന് ഇനിയും താഴത്തെ ഫ്ലോറിൽ പുതിയ വണ്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ ഇത് മൊത്തം കൊണ്ട് എടുക്കാനുള്ള ക്യാമറയ്ക്ക് അത് ചാർജ് ഇല്ലെന്നത് കഴിച്ച് എൻ്റെ ഇത് കുത്തിടാൻ മറന്നുപോയി. ചാർജൊക്കെ വരുന്ന ചാർജ് ചെയ്ത് പുറത്തായി, പിന്നെ ചാർജ് ചെയ്യണ്ടേ. ഓ കപ്പിക്ക്
ചക്കുപ്പി അലച്ചു കൂവി നടക്കുക ഇതിലെ വണ്ടിയില്ല കണ്ടിട്ട്. കണ്ടോ ഇവിടെ മൊത്തം വണ്ടി. നമ്മളൊരു മാളിലൊക്കെ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്നുണ്ട് ഇവിടെ. ഇതിനെല്ലാം പുതിയ വണ്ടികളാണ്. ഒരു മുട്ടൻ ട്രക്ക് ഗൈസ്. ചക്കുപ്പിക്ക് ഇതാന്ന് തോന്നുന്നു കേട്ടോ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആണോടാ? അവന് ചെറുതൊന്നും അവന് ഇഷ്ടപ്പെട്ടില്ല കേട്ടല്ലോ. അവന് ഈ വലിയ സാധനമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വീലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടെ. ശരിയാണ് കഴിച്ചു. ഇതിന്റെ വീല് പടാറ സാധനം കേട്ടോ. ഇതുണ്ടോ? ഷെവർലെറ്റിന്റെ വണ്ടിയുണ്ടോ? ബസ്സാണോ വാനാണോ ഇത്? 5-6 പേർക്ക് ഇരിക്കല്ലേ. ഇത് കൊണ്ടോ ഒരു സാധനം. ഡോണ്ട് ടച്ച് പൗച്ച് ഹാഫ്. ഇത് കൊള്ളാം കേട്ടോ. ഇത് ഗ്യാസ് 69. ഇതെല്ലാം ജീപ്പിന്റെ ഭാഗങ്ങളാണ്. വേണ്ട തോക്ക് വേണ്ട. ഇതെല്ലാം പട്ടാളക്കാരുടെ വണ്ടിയാണ്. ഗൈസ് നമ്മുടെ നാട്ടിൽ വില്ലീസിന്റെ ജീപ്പല്ലേ കണ്ടിട്ടുള്ളൂ. വില്ലീസിന്റെ പിക്കപ്പ് ഉണ്ടോ? വില്ലീസ് പിക്കപ്പ് 475. വാണ്ടിലോറി. ഗൈസ് ഫോർഡിന്റെ ഒരു ട്രക്ക് ഉണ്ടോ? ആ ഫോർഡിന്റെ ട്രക്ക്. അമേരിക്കയുടെ ആണെങ്കിലും കന്നഡയാണ് എഴുതി വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ ടാറ്റയുടെ ട്രക്ക്. നമ്മുടെ വില്ലീസ് ട്രക്കില്ല, അതിന്റെ ഇങ്ങനെ സൈഡാണ്. ഞാൻ കാണിക്കാൻ മറന്നുപോയി, അതാ തിരിച്ചു വന്നത് വീണ്ടും. ഒരു നിസാന്റെ പഴയ കാർ. ഡാറ്റ്സൺ ബ്ലൂ പേപ്പർ. ഡാറ്റ്സൺ ആണ്. നിസാന്റെ ഡാറ്റ്സൺ കണ്ടോ? ഇത് ഫിയറ്റിന്റെ ഉണ്ട് കേട്ടോ. ഫിയറ്റിന്റെ ഒരു കുഞ്ഞു കാർ. അതാ ഫിയറ്റിന് നമ്മുടെ പപ്പിനി പോലത്തെ സാധനം. അതിനോട് വേറെ ജീപ്പ് ഉണ്ട് ഗൈസ്. പകുതി തടിയാന്ന് തോന്നുന്നു. ഇത് തടിയും പിന്നെ പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് മെടഞ്ഞു വെച്ചേക്കുന്ന സൈഡ്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബാ ഇത് പിന്നെ നമ്മളെ സ്ഥിരമായിട്ടൊക്കെ ഉള്ള ചക്കുന്റെ ഇതായിട്ട് ടോയ് ഇല്ലേ ഇത് ടാക്സി. ആ അതെ ഇതുപോലെ. ഇതിൽ ഇറ്റലി വണ്ടിയാണ്. പണ്ടത്തെ നമ്മുടെ ഇവിടുത്തെ ടാക്സി ആയിരുന്നു കേട്ടോ. ഓ ഇത് കൊണ്ടോ കിഡില് കളർ. അയ്യോ എന്തൊരു നീളം. ആ അതെ കണ്ട്. ബെൻസിന്റെ വണ്ടിയുണ്ടോ ഗൈസ്? ഇതൊക്കെ പഴയ രാജാക്കന്മാരുടെ വണ്ടിയായിരിക്കും. ബെൻസിന്റെ 240D. ഇത് 200D. ബെൻസ് ഇ ക്ലാസ്. ഇതൊക്കെ വേണ്ട നിന്റെ കയ്യിരിക്കുന്നത് ബെൻസ്. നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന റെഡ് BMW. ഇതേതാ ടൊയോട്ടനോ? ഇതായി എൻ്റെ ഇടയിൽ കൊണ്ടിട്ടെ ഉണ്ട്. ടൊയോട്ട കൊറോള ഉണ്ടോ? ജാഗൂർ. ഇത് വണ്ടിയോടോ കിടില് കാണണം. കാഡിലാക്ക് നമ്മുടെ കമ്പനി യൂസ് എന്നൊരു സാധനം. ഇതിന്റെ ഫ്രണ്ടിൽ കാണുന്ന കണ്ണാടി ഉണ്ട്. ആ അകത്തിരിക്കുന്ന ആള് വെളിയ വേഷം കാണുമെങ്കിൽ തലയെടുത്ത് വെളിയിലിട്ട് വരും. കൊള്ളാം കിട്ടുന്ന സാധനം. ഇതിന്റെ പേരെന്താണോ? മസ്ത ലൂസ്. കൊള്ളാല്ലേ സാധനം? അടിപൊളി. ഇതാണ് വേറെ സാധനം. സ്റ്റാൻഡേർഡ് 2000 വരുന്നു.
അംബാസഡർ എയർഫോഴ്സിൻ്റെ അംബാസഡർ. അങ്ങനെ വേറൊരു കാറോട് ഇവിടെ തന്നെ വട്ടം കറങ്ങുന്നുണ്ട്. ബെൻസിൻ്റെ വണ്ടി കേട്ടോ. ഓ എന്തൊരു സൈസ്. എൻ്റെ ആക്സിലൊക്കെ കണ്ടോ. ഇതൊക്കെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ചത്തു പോകുന്നത്. പിന്നെ എന്തൊരു ലൈറ്റ് അടിയത്. മാറി കൊള്ളാം അടിപൊളി. നമ്മുടെ പാവം ടെമ്പോ മെറ്റഡോർ കിടക്കുന്നുണ്ട ഫുള്ള് കളർ അടിച്ചിട്ട്. അടിപൊളിയല്ലേ. സിനിമയിലൊക്കെ സെറ്റിട്ടല്ലേ. ഫുള്ള് പടം വരെയാണല്ലോ. ഇത് വണ്ടി മാരുതിൻ്റെ വണ്ടിയാണത്. 800 കൊണ്ടിരിക്കുന്നത്. നല്ല കളർ. സിപ്പാനി ഡോൾഫിൻ സലൂൺ. നല്ല കളർ. ഒരു അംബാസഡറിന്റെ കാറ് ഫുള്ള് ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. കണ്ടോ അടിപൊളിയല്ലേ. ഇത്രയാണ് കേസ് ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ. രണ്ടുപേര് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ചക്കുപ്പി ഉണ്ട് അവിടെ പോയി ഇരുന്നങ്ക. ചക്കുപ്പി അമ്മോസം കൂടെ താണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് ചക്കുപ്പി? കൊള്ളാമോടാ? ഇഷ്ടപ്പെട്ടോ? ഈ ചക്കുന്റെ ചിരി കേട്ടോ. ചക്കുന് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന്. ഇതിപ്പോഴും നമ്മുടെ അതിലേ പോകുന്ന വണ്ടി കേട്ടോ. പ്രഭ ഇലക്ട്രിക് എന്ന സാധനം. ഈ പണ്ടത്തെ JCB ഫീൽഡ് മാർഷൽ ട്രാക്ടർ. അയ്യോ ട്രാക്ടർ എഴുതിയത്. അയ്യോ ഇത് JCB അല്ല, ട്രാക്ടർ എഴുതി വെച്ചേക്കുന്നത്. ആ പക്ഷെ JCBയുടെ സാധനമാണ് എഴുതിയിരിക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ പയന. ഇതൊക്കെ ഇനി പുതിയ വണ്ടികളൊക്കെ കേട്ടോ കൈ. ഇതൊന്നും പക്ഷെ കാണാൻ ഒരു രസമില്ല. പക്ഷെ പഴയ വണ്ടിയിൽ കാണാൻ എന്ത് കിടിലല്ലേ. ഇതൊക്കെ ഇപ്പോൾ ഉള്ള പുതിയ വണ്ടികൾ. നമുക്ക് ഹുണ്ടായി, റോബർ. പക്ഷെ എനിക്ക് ഇതിനകത്തൊക്കെ ഇഷ്ടപ്പെട്ടത് വെച്ചിട്ട് മേളിൽ കിടക്കുന്ന പഴയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കാണാൻ നല്ല രസമാണ്. പക്ഷെ ഇതിനൊന്നും പക്ഷെ ഒരു ഗുമ്മില്ലല്ലേ അമ്മ. പക്ഷെ മറ്റേതൊക്കെ വേറെ ലെവൽ സാധനങ്ങളാണ്. ഗൈസ് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് ഗൈസ്. ആർട്സ് ഓഫ് തുളുനാട് കണ്ട് ഗൈസ്. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവിടെ ഒന്നും നമ്മുടെ തവികൾ, തവി വാർത്തയൊക്കെയാന്ന് തോന്നുന്നത്. പിന്നെ പണ്ടത്തെ പാത്രങ്ങൾ. നമ്മളിവിടെ കാറ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു കേട്ടോ. ഇതിവിടെ ചെറിയൊരു മ്യൂസിയം ഉണ്ട് കേട്ടോ. ഇവിടെ പണ്ടത്തെ ഉപകരണങ്ങൾ വെച്ചിട്ട് ഇവിടെ പണ്ടത്തെ പാത്രങ്ങളാണ്. രണ്ട് മത്ത്, വാള്, ഇത് മറ്റേ തൊട്ടി, അത് പാതാളക്കരണ്ടി തൂക്കിട്ടേക്കുന്നത്. ഇതാണ് പാതാളക്കരണ്ടി. ഇത് മറ്റേ പണ്ടത്തെ കപ്പി പാത്രങ്ങള്. എന്ത് സാധനം. നമ്മുടെ നാട്ടില് മറ്റേ ആറന്മുള കണ്ണാടി ഒരു സാധനമൊക്കെ ഇരിക്കുന്നത് കേട്ടോ. കോളാമ്പി വയ്ക്കാറുണ്ട്. ഉണ്ണിയപ്പം ഉണ്ടെങ്കിൽ ചട്ടി എന്നോടിയുമ്പോൾ ഈ ഉണ്ണിയപ്പത്തിന് ചട്ടി. ഇതെന്താ കാര്യത്തിൽ കേട്ടോ. ഈ കരിമ്പ് വല്ല ഉണ്ടാക്കുന്നത് ആണോ? ആ അത് തന്നെ കരിമ്പ് ജ്യൂസ് ലക്ഷ്യം. ജ്യൂസ് പാത്രം. പഴയ ക്യാമറ. ചക്കു പഴയ ക്യാമറ ഉണ്ടോടാ? ആ ഇതാ പഴയ ക്യാമറ. ഇതേ പണ്ടത്തെ ടൈപ്പ്റൈറ്റർ. ടൈപ്പ്റൈറ്റർ ഒക്കെ ഉണ്ടോ? ഇതൊക്കെ അടിപൊളി കേട്ടോ. ഇതെന്താ തോക്കോ? അത് ക്യാമറ. ആ എല്ലാം തോളത്തൊക്കെ ക്യാമറ. മെഷീൻ പണ്ടത്തെ ഓല, ആരായം ഒക്കെ ആണ്. പണ്ടത്തെ പേപ്പർ. ഹിന്ദി ആണല്ലോ. അല്ല കേട്ടോ കന്നഡയാണ്. ഇവിടെ കുറേ സ്റ്റാച്ചു ഇരിക്കുന്നു കേട്ടോ. കളർഫുൾ.
പഴയ ക്യാമറ ഉണ്ട് guys. ഇതെല്ലാം ക്യാമറ ഇടാം, പഴയ ക്യാമറ ഉണ്ടോ വേണ്ടത്, അത് ക്ലോക്കാം. കൃഷ്ണന്റെ ഫോട്ടോ, ഇതെല്ലാം കൃഷ്ണന്റെ ഫോട്ടോ ആണ് കേട്ടോ. എല്ലാം പണ്ട് വരച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാം അടിപൊളി. നരസിംഹരാജ വാടിയ ആ ഗ്ലാസ് പെയിന്റ് ഉണ്ടോ പണ്ടത്തെ? തല്ലി താഴെ നിന്നല്ലോ. അതേ മുരുകൻ റാന്തരി വിളക്കുണ്ടോ കൈ? ഇത് പ്രൊജക്ടറാന്ന് തോന്നുന്നു. ഇതാ വരുന്നുണ്ട്, പ്രൊജക്ടർ ഉണ്ടോ കൈ? പണ്ടത്തെ പൈസ ഉണ്ട് കൈ. പണ്ടത്തെ നോട്ട്, സ്റ്റാമ്പ് നമ്മൾ എഴുത്തൊക്കെ വയ്ക്കുമ്പോൾ ഇത് പൊട്ടിച്ചു. ഇതൊക്കെ ബാജാണ്, ബാജാണ് ബാജ്. ഇതുണ്ട് കുരിശും ദേശത്തിനെ കണ്ടായി. പിന്നെ അമ്പലത്തിൻ്റെ ദൈവത്തിൻ്റെ പുറകെ വെക്കുന്നില്ലേ സാധനം, എന്താ അതിൻ്റെ പേരെന്ന് പറഞ്ഞോടാ? ആ ഇതിങ്ങനെയാണല്ലോ അപ്പോൾ എന്താണ് സാധനം? നോൺ ടച്ച് എന്ന് എഴുതി വെച്ചെടുത്താൽ കിടന്ന് തിരിക്കുവാണല്ലോ അങ്ങേര്. പേപ്പർ മെഷീൻ ഉണ്ടോ കൈ? ആ പേപ്പർ കട്ടിങ് മെഷീൻ. ഇതെന്താ സാധനം? ഇത് മേലോട്ട് വയ്ക്കുക, റാന്തലുണ്ട്. ഇതെന്താണെന്ന് അറിയത്തില്ല കൈ, എഴുതി വെച്ചിട്ടില്ല. ഈ സാധനം ജീപ്പിന് മണ്ട വെച്ചിട്ട് മറ്റേ വെടി വെക്കത്തില്ലേ, അതാണ് സാധനം. ഇത് അത് ഒരു തറ വെച്ചേക്കാം. പിന്നെ ഒരുപാട് കണ്ടോ, ഓരോ ടൈപ്പ് തോക്കുകളാണ്. വാള്, പരിച, തോക്ക കൂരി വെച്ചിട്ടുണ്ട് കേട്ടോ. പിടിലും വാള്, മറ്റേ ഉറുമി, എന്തോ വാളടിയത് കയ്യൊക്കെ. നമ്മൾ മേളിൽ നിന്ന് ആദ്യം കണ്ട സാധനമില്ലായിരുന്നു, ഒരു മേളിൻ്റെ ഫ്ലവറാണില്ല. ഇവിടെ കുറേ ദൈവങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ പയന കാർ മ്യൂസിയത്തിൽ നിന്ന് ഞങ്ങളിങ്ങനെ വെളിയിലിറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതാണ്ട് എടുത്തിട്ട് ഇതിൽ ഓടി നടക്കും. ഒരുത്തിന് ഫോട്ടോ എടുത്ത് കൊടുക്കണം, അതാണ്ട് ഓടി വരുന്നുണ്ട്. അങ്ങോട്ടങ്ങോട്ട് വരുവാ. അതേ വന്ന് കൈ ചക്കുപ്പി. അങ്ങനെ നമ്മൾ പയനയിലെ കാറെല്ലാം കണ്ടിട്ട് ഇറങ്ങി. ഒരു കാർ പോലും വിട്ടിട്ട് എല്ലാം കണ്ട്, എല്ലാം നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാം നിങ്ങൾ കണ്ടിട്ട് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും. നമ്മൾ മാക്സിമം അതിനകത്ത് കാണിക്കാൻ പറ്റുന്ന എല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അതെ എല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്ത്. പക്ഷേ ക്യാമറയ്ക്ക് നമ്മൾ ക്യാമറ വീഡിയോ എടുക്കുന്നതിന് 100 രൂപ കൊടുക്കണം. പിന്നെ ഒരാൾക്ക് 50 രൂപ വെച്ചിട്ട്. കുഞ്ഞു പിള്ളേർക്ക് പൈസ ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഇനിയും അടുത്തൊരു സ്ഥലത്തോട്ട് പോവാണ്. കാറ് മാത്രമല്ല കേട്ടോ, അതിനകത്ത് കുറേ വേറെ എന്തൊക്കെ ഉണ്ടല്ലേ, രാജാക്കന്മാരുടെ പഴയ വാളും തോക്കും, പിന്നെ ക്യാമറ, പിന്നെന്താ പ്രൊജക്ടർ, അങ്ങനെ പണ്ടത്തെ കുറേ സാധനങ്ങൾ. ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട് അതിനകത്ത്. ഇതെല്ലാം കണ്ട് നമ്മൾ വെളിയിലിറങ്ങി. എല്ലാം നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല സൂപ്പറാണ് കാണാൻ. ചക്കുപ്പിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വണ്ടി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. ഒരുപാട് വണ്ടി, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വണ്ടികളുണ്ട്. വിൻറ്റേജ് വണ്ടിയും പുതിയ വണ്ടിയും എല്ലാം ഇരിപ്പുണ്ട്. അപ്പം പറ്റുന്നവരൊക്കെ ഇവിടെ വരിക. മൈസൂരിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ആളുടെ ഇവിടെ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ പിന്നെ നാളെ കാണാം.